അപ്പൊ ജൂതന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജൂത ചരിത്രത്തിൽ നിരവധി തവണ അവർ വ്യത്യസ്ത ഭാഗത്തേക്ക് അവർ ആട്ടി ഓടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം ജൂതന്മാർ ചരിത്രത്തിൽ വാണ്ടറിങ് പീപ്പിൾ എന്നാണ് അവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് തന്നെ. അതായത് അവർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തേക്കായിട്ട് അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പൊ ജൂതന്മാരുടെ അവർ തന്നെ അതിനെ ഡയസ്പോറ എന്നാണ് അവർ വിളിക്കാറുള്ളത്. അതായത് ജൂത ചരിത്രത്തിലുള്ള അവരുടെ വ്യത്യസ്ത ഭാഗത്തേക്കുള്ള പലായനങ്ങളെ അവർ വിളിക്കുന്ന പേര് ഡയസ്പോറ എന്നാണ്. ഇത്തരത്തിൽ നിരവധി ഡയസ്പോറകൾ ജൂത ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിന്റെ 4 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ജൂത ചരിത്രത്തിന്റെ ഒരു സമ്മറി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജറക്ക് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിന്റെ 4 മുതലുള്ള 7 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ആ പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് ആ ഭാഗം ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കുക. ഇവിടെ പോസ് ചെയ്തിട്ട് ആ ഭാഗം വായിച്ചതിന് ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുക. മനോഹരമായിട്ടുള്ള ഭാഗമാണ്. ആ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വഖളൈന ഇലാ ബനി ഇസ്രാഈല ഫിൽ കിതാബി ലതുഫ്സിദുന്ന ഫിൽ അർളി മറത്തൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഭൂമിയിൽ നിങ്ങൾ 2 തവണ കുഴപ്പമുണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിലുള്ള ജൂത ചരിത്രമാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾ 2 തവണ മറത്തൈൻ, നിങ്ങൾ 2 തവണ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. ആദ്യത്തിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ശക്തരായിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് നിങ്ങളെ കീഴടക്കും. അവര് ഫജാസു ഖിലാല ദിയാർ, അവര് നിങ്ങളെ വീട്ടിൽ നിന്നെല്ലാം നിങ്ങളെ ആട്ടി നിങ്ങളെ പുറത്താക്കും എന്നുള്ള. ആദ്യമായിട്ട് നിങ്ങൾ കുഴപ്പമുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ശക്തരായിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് നിങ്ങളെ കീഴടക്കും. അവര് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കും, നിങ്ങളെ കൂട്ടക്കൊല ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അവസാനം പറഞ്ഞു വകാന വഅദം മഫ്ഊല, അത് പൂർത്തീകരിക്കപ്പെട്ടു. അതായത് അത് ചരിത്രത്തിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു 2 തവണ അവർ ഫസാദ് ഉണ്ടാക്കും. ആദ്യത്തെ തവണ അവർ ഫസാദ് ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ശക്തരായിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് അവരെ കീഴടക്കും. ആ സന്ദർഭത്തിൽ അതായത് അവർ ആ ഒരു വീഴ്ച സംഭവിക്കും. ആ വീഴ്ചയിൽ നിന്നും അവർ എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ, അവർ സ്വയം എഴുന്നേറ്റുന്ന അവർ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം 6-ാമത്തെ ആയത്തിൽ സുമ്മ റദദ്നാ ലക്കും കറത അലൈഹിം വ അംദദ്നാകും ബി അംവാലിൻ വ ബനീന വജഅൽനാകും അക്സറ നഫീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അതേ രൂപത്തിൽ അവർ എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളും സമ്പത്തെല്ലാം നൽകി അവരെ അനുഗ്രഹിക്കും എന്നുള്ള. പക്ഷേ കൂടുതൽ കാലം അങ്ങനെ നിൽക്കില്ല. വീണ്ടും അവര് ഫസാദിലേക്ക് തന്നെ തിരിച്ചു പോകും 2ാമത്തെ തവണ. അതായത് 3ാമതൊരു ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് അടുത്ത ആയത്തിൽ ഫഇദാ ജാഅ വഅദുൽ ആഖിറ, വീണ്ടും അവർ ആ ഫസാദിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ലിയസൂഉ വുജൂഹക്കും വലിയദ്ഖുലുൽ മസ്ജിദ കമാ ദഖലു അവ്വല മറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതായത് അതോടുകൂടെ വീണ്ടും ഒരു ചാൻസ് ഇല്ല. അതോടുകൂടെ അവർ അപമാനിതരാകും. അതേപോലെ തന്നെ അവർ നിർമ്മിച്ച അവരുടെ ആ ദേവാലയങ്ങളിലേക്ക് മറ്റുള്ള ആളുകൾ പ്രവേശിക്കും. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത്. ആയത്ത് ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ആ ജൂത ചരിത്രം കൃത്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ജൂത ചരിത്രം നേരത്തെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ വിശദമായിട്ട് സൂചിപ്പിച്ചതാണ്. എങ്കിലും ഇവിടെ ഒന്ന് ഓടിച്ചു പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതിയ ഓഡിയൻസ് ആണ്. അപ്പൊ ജൂതന്മാരെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആയത്ത് ആഴത്തിൽ മനസ്സിലാക്കാനും ജൂത ചരിത്രം അനിവാര്യമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയപ്പെടുന്നത് 2 ചാൻസ് ആണ് അവർക്ക് നൽകിയത്. ആ 2 ചാൻസിൽ ആദ്യത്തെ തവണ അവർ എഴുന്നേറ്റുന്നു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിച്ചു. 2ാമതും അവർ വീഴ്ചയിലേക്ക് പോയി എന്നുള്ള. ജൂത ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് നമുക്കറിയാം സംഭവിച്ചത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഖുദ്സിൽ പ്രവേശിക്കാൻ പറഞ്ഞു. അവർ ധിക്കരിച്ചു. അത് കാരണം 40 വർഷത്തോളം 40 സന അവര് 40 വർഷത്തോളം ആ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരാൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം യൂഷ ബിൻ നൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അയച്ചു. അദ്ദേഹത്തിലൂടെ അതായത് അവർ ഒരല്പം എഴുന്നേറ്റ് നിൽക്കാൻ. പിന്നീട് താലൂത്ത് ജാലൂത്തിനെല്ലാം ശേഷം പിന്നീട് ജൂത ചരിത്രത്തിൽ പ്രധാനമായിട്ട് കടന്നു വരുന്നത് ദാവീദ് അലൈഹി സ്വലാത്തു അല്ലെങ്കിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ജൂത ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് അദ്ദേഹം അവരെ സംസ്കരിച്ചെടുത്ത് ആ മതത്തിലേക്ക് തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതാപകാലമായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം BC 963, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന്റെ 963 വർഷം മുമ്പ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിത്രത്തിലേക്ക് വരാൻ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ജൂത ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ്. കാരണം അദ്ദേഹമാണ് അവർ കരുതപ്പെടുന്ന ഹൈക്കൽ അല്ലെങ്കിൽ ആ ടെമ്പിൾ മൗണ്ട് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ഖുദ്സ് ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്.
അത് ചരിത്രാതീത കാലത്ത് ഒരു അത്ഭുത നിർമ്മിതിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാരണം നമുക്കറിയാം. അത് മനുഷ്യർ മാത്രമല്ല അതിന്റെ നിർമ്മാണ പ്രവൃത്തികളിൽ പങ്കെടുത്തത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ജിന്നുകൾ ഉണ്ടായിരുന്നു. ജിന്നുകൾ അതിശക്തരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിവരിക്കുന്ന സൂറത്ത് സ്വാദിന്റെ 37-ാമത്തെ വചനത്തിൽ കുല്ല ബന്നാഇം വഗവ്വാസ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, കെട്ടിട നിർമ്മാണ വിദഗ്ധരും മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള ജിന്നുകൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സഹായിച്ചു എന്നുള്ള. അപ്പൊ അവരുടെ ആ നിർമ്മാണ വൈദഗ്ധ്യം, അതേപോലെ തന്നെ അവർ കടലിലേക്കെല്ലാം ഊളയിട്ട് പോയി മുത്തും പവിഴെല്ലാം കൊണ്ടുവന്ന അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള വസ്തുക്കളെല്ലാം വെച്ച് അലങ്കരിച്ച അതിമനോഹരമായിട്ടുള്ള നിർമ്മിതിയായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ ഭവനം. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്തിന് ശേഷം അവർ വീണ്ടും അധപ്പതിക്കാണ്. അവർ ആ തെറ്റിലേക്ക് അല്ലെങ്കിൽ ശിർക്കിലേക്കും മറ്റും അധപ്പതിച്ച് അവർ വീണ്ടും ഫിത്നയിലേക്ക് കൂപ്പുകുത്തിയ സന്ദർഭത്തിൽ നമുക്കറിയാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശേഷം അവര് രണ്ടായിട്ട് പിളർന്നു. ജൂദായ, ഇസ്രായേൽ 2 സ്റ്റേറ്റുകളായിട്ട് അവർ പിളർന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷയെന്നോണം ബാബിലോണിയക്കാരായിട്ടുള്ള ആളുകൾ BC 732 ബാബിലോണിയക്കാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് അവരെ കീഴടക്കി എന്നുള്ള. ബാബിലോണിയയിൽ നിന്നും നബൂഖദ്നസർ അല്ലെങ്കിൽ ബുഖ്തനസർ എന്ന അറേബ്യൻ ചരിത്രകാരന്മാർ ബുഖ്തനസർ എന്ന് വിളിക്കുന്ന ഒരു ക്രൂരനായിട്ടുള്ള ഭരണാധികാരി വന്നിട്ട് അവര് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു. 6 ലക്ഷം ജൂതന്മാർ അദ്ദേഹം കൂട്ടക്കൊല ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ഖുദ്സ് അദ്ദേഹം തകർത്ത് തരിപ്പണാക്കി. ആ ഒരു സന്ദർഭത്തിൽ നിലവിലുള്ള, അതായത് അവശേഷിച്ചിരുന്ന ജൂതന്മാര് അവര് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തേക്ക് അവർ പലായനം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് നിരവധി ജൂതന്മാർ അറേബ്യയിലേക്ക്, അതായത് അറേബ്യയുടെ വ്യത്യസ്ത ഭാഗത്തേക്ക് ഇറാഖിലേക്കും അതേപോലെ തന്നെ യമനിലേക്കും അതോടൊപ്പം തന്നെ ഹിജാസിലേക്കും അവർ കുടിയേറി പാർത്തു. അതാണ് ആ ഒരു സന്ദർഭത്തിലാണ് യസ്രിബിലേക്ക് ജൂതന്മാരെത്തിയത്. അതാണ് ഒന്നാമത്തെ സന്ദർഭമായിട്ട് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സമയമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യത്തെ ഫിത്ന സന്ദർഭത്തിൽ അവരെ തകർത്ത് തരിപ്പണാക്കി. വകാന വഅദൻ മഫ്ഊല എന്നുള്ളത് നിരവധി മുഫസ്സിറുകൾ ഈ ബുഖ്തനസറിന്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെടുത്തി വിശദീകരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ആ ബാബിലോണിയക്കാരുടെ ആക്രമണത്തിന് ശേഷം അവർ ആ ഫിത്നയിൽ അവർ തുടരുകയാണ്, ഫസാദിൽ തുടരുകയാണ്. അതിനുശേഷം പിന്നീട് ഒരല്പം കഴിഞ്ഞപ്പോൾ ബാബിലോണിയക്കാര് BC 539 പേർഷ്യക്കാര് വന്ന് കീഴടക്കാണ്. നമുക്കറിയാം പേർഷ്യക്കാര് മജൂസികളാണ്. ആ പേർഷ്യൻ ഭരണം യഥാർത്ഥത്തിൽ ജൂതന്മാർക്ക് കിട്ടിയ വലിയൊരു ആശ്വാസമായിരുന്നു. പേർഷ്യൻ ഭരണാധികാരി സൈറസ് 2 അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജൂതന്മാർക്ക് തിരിച്ചാ നാട്ടിലേക്ക് പ്രവേശിക്കാനും തകർക്കപ്പെട്ട ആ പള്ളി പുനർനിർമ്മിക്കാനുള്ള അവസരമെല്ലാം അദ്ദേഹം നൽകി. അവർ വീണ്ടും ആ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭവനം, ഹൈക്കൽ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസപ്രകാരം ആ ഖുദ്സ് പുനർനിർമ്മിക്കാനുള്ള അവസരം നൽകുകയാണ്. അവർ വീണ്ടും ആ വീഴ്ചയിൽ നിന്നും എഴുന്നേറ്റുന്നു. പക്ഷേ വീണ്ടും നമുക്കറിയാം ഒരൽപ്പം കൂടെ കഴിഞ്ഞപ്പോ BC 332 പേർഷ്യക്കാരെ കീഴടക്കി ഗ്രീക്ക് ഭരണം, അലക്സാണ്ടർ ചക്രവർത്തി വന്ന് പേർഷ്യക്കാരെ കീഴടക്കിയതോടുകൂടെ വീണ്ടും ജൂതന്മാരുടെ കഷ്ടകാലത്തിലേക്ക് തന്നെ അവർ പോവാണ്. അതായത് പേർഷ്യക്കാരെന്താ ചെയ്തതെന്ന് വെച്ചാൽ പേർഷ്യക്കാർ അവരുടെ ബഹുദൈവാരാധനയും മറ്റു ജൂതന്മാരിൽ അടിച്ചേൽപ്പിച്ചു. ശക്തമായിട്ടുള്ള പീഡനങ്ങൾക്ക് അവർ വിധേയമായ സന്ദർഭത്തിൽ നിരവധി വിപ്ലവങ്ങൾ, മക്കാബി വിപ്ലവങ്ങൾ, അതേ രൂപത്തിലുള്ള നിരവധി വിപ്ലവങ്ങൾ ആ സന്ദർഭത്തിൽ ജൂതന്മാർ നടത്തി നോക്കി. പക്ഷേ ഒരുപാട് കാലം ഈ ഗ്രീക്ക് ഭരണത്തിന് കീഴിൽ അവർ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് ജീവിക്കേണ്ടി വരാൻ. പിന്നീട് ഒരല്പം കൂടെ കഴിഞ്ഞ് BC 63, അതായത് നമ്മൾ വർഷം ഇങ്ങനെ കുറഞ്ഞു വന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനനത്തോട് അടുക്കാണ്. BC 63 റോമക്കാർ വന്ന് ഗ്രീക്കുകാരെ കീഴടക്കി. പിന്നീട് റോമൻ ഭരണത്തിന് കീഴിലാവാണ്. റോമൻ ഭരണത്തിന് കീഴിലായ സന്ദർഭത്തിൽ റോമക്കാര് ഓരോ പ്രവിശ്യകളിൽ അവരുടെ ഭരണാധികാരികളെ വെച്ചു. ജെറൂസലേമിൽ ഹെറോദ് എന്ന് വിളിക്കപ്പെടുന്ന ഹെറോദസ് രാജാവിനെ ജൂതന്മാർക്ക് ഭരണാധികാരിയായിട്ട് അവർ വെച്ചുകൊടുത്തു. ആ ഒരു സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല നിരവധി പ്രവാചകന്മാരിലൂടെ ജൂതന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും എല്ലാം ആ റോമൻ ഭരണത്തിന് കീഴിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരിലേക്ക് അയക്കപ്പെട്ടത്. പക്ഷേ ധിക്കാരികളായിരുന്ന ജൂതന്മാർ നമുക്കറിയാം എന്താണ് ചെയ്തത്. അവർ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ വധിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ വധിക്കാൻ ശ്രമിച്ചു. പക്ഷേ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല അത്ഭുതകരമായിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംരക്ഷിച്ചു. അങ്ങനെ റോമൻ ഭരണത്തിന് കീഴിൽ അടിച്ചമർത്തപ്പെട്ടവരായിട്ട് ഒരുപാട് കാലം അവർ ജീവിക്കേണ്ടവരാണ്. അവര് നിരവധി ഫിത്തനകളിലും അകപ്പെട്ടു എന്ന് മാത്രമല്ല, റോമൻ ഭരണകൂടത്തിനെതിരെ തലപൊക്കാനുള്ള ചില ശ്രമങ്ങൾ, നിരവധി വിപ്ലവങ്ങൾ ആ സന്ദർഭത്തിൽ ജൂതന്മാർ നടത്തി. അവസാനം ശക്തരായിട്ടുള്ള റോമൻ ഭരണാധികാരികൾ AD 70, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉയർത്തപ്പെട്ടതിന് 70 വർഷങ്ങൾക്ക് ശേഷം
റോമക്കാർ അവരുടെ ശക്തനായിട്ടുള്ള ഒരു സൈന്യാധിപൻ ടൈറ്റസ് അല്ലെങ്കിൽ തീത്തോസ് എന്നറിയപ്പെടുന്ന ഒരു മിലിറ്ററി കമാൻഡർ വിട്ടിട്ട് മുഴുവൻ ജൂതരെയും അവിടെ നിന്നും തുരത്തി ഓടിക്കാൻ, അവിടെയുള്ള ജൂതന്മാരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെയുള്ള ജൂതന്മാരെ മുഴുവൻ ആട്ടി ഓടിച്ചു. ആ ജൂതന്മാര് മുഴുവൻ അവിടെ നിന്നും അവർ വീണ്ടും ഡയസ്പോർ അവർ വ്യത്യസ്ത ഭാഗത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ആ സന്ദർഭത്തിലും ചില ആളുകൾ ഹിജാസ് പ്രവിശ്യയിലേക്ക് എത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഈ നേരത്തെ പറഞ്ഞ അതായത് റോമക്കാരുടെ സൈന്യാധിപൻ ടൈറ്റസ് അദ്ദേഹം ജൂതന്മാരെ ആട്ടി ഓടിക്കുകയും കൊലപ്പെടുത്തുകയും മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ചെയ്ത മറ്റൊരു ക്രൂര പ്രവൃത്തി, രണ്ടാമത് അവർ പുനർനിർമ്മിക്കപ്പെട്ട ആ ഖുദ്സ് അല്ലെങ്കിൽ ഹൈക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭവനം അദ്ദേഹം തകർത്ത് തരിപ്പണാക്കി. ഒരൊറ്റ മതിൽ മാത്രം ബാക്കി വെച്ച് മുഴുവൻ അദ്ദേഹം തകർത്ത് തരിപ്പണാക്കി. ആ അവശേഷിക്കുന്ന മതിലാണ് ഇന്നും നമുക്കറിയാം ജെറൂസലേമിലെ ജൂതന്മാര് പോയിട്ട് അവരുടെ വെയിലിംഗ് വാൾ, അതായത് ഒരു മതിലിന്റെ അടുത്ത് പോയിട്ട് അവര് തലയടിച്ച് കരയാർ, അവിടെ ലെറ്റർ എല്ലാം കൊണ്ടുപോയി വെക്കാറുണ്ട്. അത് രണ്ടാമത് നിർമ്മിക്കപ്പെട്ട ഖുദ്സിന്റെ അവശിഷ്ടമായിട്ട് നിലനിൽക്കുന്ന ആ മതിലാണ്. ഈ ഒരു സന്ദർഭത്തിൽ, അതായത് രണ്ടാമത്തെ ഒരു സന്ദർഭത്തിലും ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവർ വീണ്ടും ഈ ഹിജാസ് പ്രവിശ്യയിലേക്ക് കുടിയേറി പാർത്തു എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അലം. ഏതായിരുന്നാലും റോമക്കാർ അവിടെ നിന്ന് പുറത്താക്കിയതിനു ശേഷം പിന്നീട് ഖുദ്സിലേക്ക് പ്രവേശിക്കാൻ കാലങ്ങളോളം ജൂതന്മാർക്ക് അവസരം ഉണ്ടായിരുന്നില്ല. പിന്നീട് അവർക്ക് അവസരം ലഭിച്ചത് കാലങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാം ആ ജെറൂസലേം അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയ ആ സന്ദർഭത്തിലാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർക്ക് തിരിച്ചു പ്രവേശിക്കാനുള്ള അനുമതി നൽകിയത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ സൈഡ് പോയിന്റ് എന്താന്ന് വെച്ചാൽ, 2 തവണ ശിക്ഷിക്കപ്പെട്ടു, 2 തവണ അവർ എഴുന്നേറ്റ് നിന്നു എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയപ്പെടുന്നത്. നിരവധി മുഫസ്സിറുകൾ ആദ്യത്തെ തവണ വിശദീകരിക്കുന്നത് ആ നബൂഖദ്നസറിന്റെ ആക്രമണം, രണ്ടാമത്തെ തവണയായിട്ട് അവർ വിശദീകരിക്കുന്നത് ആ ഖുദ്സ് സമ്പൂർണ്ണമായിട്ട് തകർക്കപ്പെട്ട ആ ടൈറ്റസിന്റെ അല്ലെങ്കിൽ റോമൻ സമയത്തുള്ള രണ്ടാമത്തെ ആക്രമണം. അതാണ് മറത്തൈനായിട്ട് അല്ലെങ്കിൽ 2 തവണ അവരുടെ വീഴ്ച എന്നുള്ള ആയത്തിന്റെ വിശദീകരണമായിട്ട് നിരവധി മുഫസ്സിറുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ സൈഡായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു അത്ഭുതം എന്താന്ന് വെച്ചാൽ, ഇവിടെ നിരവധി മുഫസ്സിറുകൾ ഒന്നാമത്തെ തവണ ഒരുപക്ഷെ ഇതിൽ പറയപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവമായിരിക്കാം, ഏതെങ്കിലും ഒരു സന്ദർഭമായിരിക്കാം. പക്ഷേ രണ്ടാമത്തെ തവണ അവരെ കീഴടക്കുമെന്ന് പറയപ്പെട്ടത് അതിനകത്ത് ആയത്തിനകത്ത് ഒരു ടൈം ക്യാപ്സ്യൂൾ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പറയപ്പെടുന്നതെന്നാണ് മറ്റു ചില മുഫസ്സിറുകൾ പറയാനുള്ളത്. കാരണം പ്രധാനമായിട്ട് അതിൽ കടന്നു വരുന്ന വയദ്ഖുലുൽ മസ്ജിദ കമാ ദഖലു അവ്വല മറ, ആദ്യത്തിൽ പ്രവേശിച്ചതുപോലെ അവർ വീണ്ടും ആ പള്ളിയിലേക്ക് പ്രവേശിക്കുമെന്നെല്ലാം, അതെല്ലാം യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന, നമുക്കറിയാം പ്രധാനമായിട്ട് പറയാനുള്ള കാരണം, ആയത്തിന് ഈ രൂപത്തിൽ നോക്കിക്കാണാൻ ചില പണ്ഡിതന്മാർ നോക്കിക്കാണാനുള്ള കാരണം, നമുക്കറിയാം ജൂതന്മാർ പിന്നീട് അവർ സ്വരൂപിച്ച് അവർക്ക് ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് 1947 ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ഒരു സ്റ്റേറ്റ് അവർ രൂപീകരിച്ചു. അതിനുശേഷം വരാനിരിക്കുന്ന മഹദിയുടെ അത്തരത്തിലുള്ള അറിവുകളെല്ലാം വെച്ച് നോക്കുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ അല്ലാഹു അലം ഇവിടെ രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയപ്പെട്ടത്, അതായത് രണ്ടാമത് അവരുടെ വീഴ്ച എന്ന് പറയപ്പെടുന്നത് അത് ഭാവിയാവില്ല, മറിച്ച് ഭൂതാവില്ല, മറിച്ച് വരാനിരിക്കുന്ന ഭാവിയിലേക്കുള്ള ഒരു പ്രവചനമാണെന്നുള്ള രൂപത്തിലും ആയത്തിനെ ചില പണ്ഡിതന്മാർ നോക്കിക്കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എത്ര വലിയ അത്ഭുതമാണ്. കാരണം എന്താന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആന്റെ ഒരേ ആയത്ത് അത് പാസ്റ്റും ഫ്യൂച്ചറും രണ്ട് കാലവും ഒരേ രൂപത്തിൽ ആയത്ത് പ്രതിഫലിക്കാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതായത് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് കാലങ്ങൾക്ക് അതീതമായിട്ടുള്ള ഗ്രന്ഥമാണ്. നമ്മൾ പറയാറുണ്ട്, അതായത് കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് പരിശുദ്ധ ഖുർആന്റെ ചെറുപ്പമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അല്ലാഹു അലം ഈ പറയപ്പെടുന്ന ആയത്ത് ഒരു പക്ഷേ നടക്കാനിരിക്കുന്ന സംഭവം ആ രൂപത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായതായാലും ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന വിശദീകരണമാണ്.